ഇന്നലെ എൻ്റെ വീട്ടിലൊരു അത്ഭുതം നടന്നു. അത് ഞാൻ ഉടമ്പടി എടുത്തത് 2021 10-ാം മാസമാണ്. ഞാൻ ഇവിടെ വന്ന് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ എനിക്ക് കുടിക്കാൻ വെള്ളമില്ല, എൻ്റെ കിണറ്റിലെ വെള്ളം വറ്റി കുടിക്കാൻ വെള്ളമില്ലാതെ ഞാൻ അടുത്ത വീട്ടിൽ പോയി വെള്ളം ചോദിച്ചപ്പോൾ അവർക്ക് മോട്ടറിൽ വെള്ളം അടിച്ച് കറണ്ട് ഒരുപാട് ആകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് വെള്ളം തന്നില്ല. അങ്ങനെ ഞാനും എൻ്റെ കുട്ടികളും കൂടി തിരിച്ചു വന്നു. ഞാൻ അമ്മയുടെ വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയും തിരുകുമാരൻ്റെയും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ നിന്ന് വെഞ്ചരിച്ച തേനിരിക്കുകയായിരുന്നു. ആ തേനെടുത്തുകൊണ്ട് പോയി ഞാൻ എൻ്റെ കിണറ്റിലൊഴിച്ചപ്പോൾ ഞാൻ തിരിഞ്ഞു നടന്ന അമ്മ മാതാവേ, എനിക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ എൻ്റെ കുട്ടികളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചു. അങ്ങനെ തിരിഞ്ഞു നടന്നപ്പോൾ കിണറ്റിലൊരു ഭയങ്കര ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇനി ഉരുണതും വല്ലതും കേട്ട് വീണാ എന്തായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു ചെന്ന് നോക്കിയപ്പോൾ അടുപ്പത്ത് അരിയിട്ട് തിളയ്ക്കുന്നത് മാതിരി എൻ്റെ കിണറ്റിൽ വെള്ളം പൊന്തി കുമിളയിട്ട് കയറുന്നു. എനിക്കത് കണ്ട് എനിക്ക് ശരീരം വരെ തളർന്നു പോയി. ഇപ്പോൾ എനിക്ക് ആ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മോട്ടർ ഇടാൻ പറഞ്ഞു. എൻ്റെ മകളടുത്ത് മോട്ടർ ഇട്ടു. ആ കിണറിട്ട് എൻ്റെ മോട്ടർ നിറച്ച് എൻ്റെ ടാങ്ക് നിറച്ച് വെള്ളം കയറി കവിഞ്ഞു. അത് കഴിഞ്ഞ് അടുത്ത അയൽവാസികളും എൻ്റെ എല്ലാ ആൾക്കാരും ഓടി വന്നു ഇത് കണ്ടു. അവരെല്ലാം അത്ഭുതപ്പെട്ടു. അവർക്കെല്ലാം അമ്മ മാതാവിൻ്റെ അടുത്ത് വരാൻ അവർ വണ്ടി വിടുമെന്ന് ചോദിച്ചു. ഞാൻ എല്ലാം സമ്മതിച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് 8 വർഷം കൊണ്ട് അറ്റാക്ക് ആയി ചികിത്സയിലായിരുന്നു. ഇപ്പം 2021 11-ാം മാസം എൻ്റെ ഭർത്താവിന് അസുഖം കൂടുതലായി. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ 2 കിഡ്നിയും ഇല്ല. അതിൽ 1 കിഡ്നി മൊത്തത്തിൽ പോയി, 1 കിഡ്നി പകുതിയോളം ആയി. പിന്നെ ഹാർട്ട് ഇല്ല, വാൽവില്ല, ശ്വാസകോശം ബ്ലഡ് പമ്പ് ചെയ്യുന്ന അത് 10 മിനിറ്റ് ആകുമ്പോഴേ അങ്ങ് വരത്തുള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇനി ചികിത്സിക്കാൻ ഞങ്ങൾക്ക് മരുന്നൊന്നുമില്ല, അതുകൊണ്ട് തിരിച്ചു കൊണ്ടുപോകണം, കൊറോണയാണ്, ഇവിടെ ഇനി കിടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. 30 ദിവസത്തെ അവധിയും പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ ഓടി വന്നു എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പ് വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ നിന്ന് തന്ന നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി എൻ്റെ ഹസ്ബൻഡിന് കൊടുത്തു. ഇപ്പോൾ യാതൊരുവിധ ഒരു ഡോക്ടറെ ഗുളിക പോലും ഇല്ലാതെ എൻ്റെ ഹസ്ബൻഡ് നേരായി ജീവിച്ച് ഒരു കുഴപ്പവുമില്ലാതെ നടക്കുന്നു. പിന്നെ 3-ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ IDFC ബാങ്കിൽ